ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇഷ്യൂ സ്റ്റോറീസ് ആൻഡ് ലൈഫ്. ഇത് ഞങ്ങളെ കമ്പനിയുടെ ഇൻഡസ്ട്രിയുടെ ഓണം പ്രോഗ്രാമിൻ്റെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. കുറച്ച് ദിവസം മുന്നേ നടന്നതാണ്, അന്ന് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ നമ്മുടെ മക്കരപ്പറമ്പ് ആറങ്ങോട്ട് ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഹാളിലാണ് സെലിബ്രേഷൻ നടന്നത്. അപ്പോൾ എല്ലാവരും എത്തി. പൂവൊക്കെ ഇടാൻ കുറച്ച് വൈകി. എല്ലാവരും എത്തിയപ്പോഴേക്കും പൂക്കളൊക്കെ അരിഞ്ഞു തുടങ്ങി. ഒരു പൂക്കളം, അടിപൊളി പൂക്കളം സെറ്റാക്കേണ്ട തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ പൂ ഓരോരുത്തർ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളും മക്കളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഋഷിക്കുട്ടനൊക്കെ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്. അവിടെ മൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടെ മൈക്കിൽ കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. പാടിയ പാട്ട് തന്നെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. റിതുട്ടിയും ദേവുട്ടിയും ഋഷിക്കുട്ടനും അപ്പൂസും ഒക്കെ മൈക്കിൽ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണേ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഫോണൊക്കെ കൊണ്ടുപോയി അവർ തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതൊക്കെ ഒരുവിധം ഋതുവാണ് ഒരുവിധം വീഡിയോസൊക്കെ പിടിച്ചത്. അതുകൊണ്ട് തലയും വാലൊന്നുമില്ല. പിന്നെ ഇതേ നമ്മുടെ അമ്പലത്തിൽ അന്ന് എന്തോ നല്ല പ്രധാനപ്പെട്ടൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടുത്തെ പാൽപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെമ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പാൽപ്പായസമായിരുന്നു, ചൂടും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഇവർ പാടിയ പാട്ട് തന്നെ പിന്നെയും പിന്നെയും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പാട്ട് വേറെ ഷോർട്ടായിട്ട് ഇടണ്ട് കേട്ടോ. അവന് പാട്ടൊക്കെ വേഗം പഠിക്കും, പക്ഷേ പറയുന്ന വാക്കുകളൊന്നും അത്ര ക്ലിയർ അല്ലെങ്കിലും പാട്ടിൻ്റെ രീതിയിലൊക്കെ പാടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ പൂവ് അരിയലൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ കൊടുത്ത് ഞാൻ ഫോൺ വാങ്ങി വീഡിയോ പിടിക്കാൻ തുടങ്ങി. ഇതേ അവർക്ക് പൂവ് നല്ല ഭംഗിയിൽ ഇട്ടുകൊണ്ടിരിക്കട്ടെ. നല്ലൊരു കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പൂവിന്. ഒരു പിങ്ക് കളറും അതുമാതിരി ഗ്രീനും യെല്ലോവും ഓറഞ്ചൊക്കെ കൂടെ ആയപ്പോൾ അപ്പോൾ ഇതേ അനു എനിക്ക് പായസം കൊണ്ട് തന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയമണ്ടും എമറാൾഡ് എക്സിക്യൂട്ടീവും രാഷ്ട്രീയ മേഡവും എക്സിക്യൂട്ടീവ് ഡയമണ്ട് രാമോഹൻ സാറും എല്ലാവരും കൂടി നമ്മുടെ പ്രോഗ്രാം സെലിബ്രേഷൻ ഇനാഗുറേഷൻ ചെയ്യാണ്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് നടന്നു. അവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഗെയിംസ് തുടങ്ങാനാണ് കേട്ടോ. ഗെയിംസിനോടാണ് എല്ലാവർക്കും താല്പര്യം. എന്തൊക്കെ കളികളായിരിക്കും, എങ്ങനെയൊക്കെയാണ് ഓണപരിപാടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കളികളാണല്ലോ കൂടുതലിഷ്ടം. ഓരോരോ കളികളും ഓരോരുത്തർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റുന്നൊക്കെ ഇങ്ങനെ. പക്ഷേ ഒരുപാട് പേരുള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും മത്സരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് അടുത്ത കളികൾക്ക് കിടക്കാനുള്ളൊരു ഇതിലാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് പാട്ടൊക്കെ പാടി, കുട്ടികൾ പാട്ട് പാടി. വേറെ ഒരു നമ്മളെ ടീമിലുള്ള ഒരു സജിനി ചേച്ചി പാട്ട് പാടി. അങ്ങനെ നല്ല നല്ല പ്രോഗ്രാംസ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വേറെ നടന്നു. ഒരു മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആൻഡ്രൂ സാറ് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ വായിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മത്സരമായിരുന്നു. ഞാനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ നെറ്റിയിൽ ഇങ്ങനെ ഇളക്കിയപ്പോൾ തന്നെ അത് വീണു പോയി. അതിൽ നമ്മളെ കൂടെ മത്സരിച്ചവരായിരിക്കും അത് വായിലേക്കാൻ പറ്റിയില്ല കേട്ടോ ബിസ്ക്കറ്റ്. അത് ലേഡീസിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ ജെൻസിൻ്റെ ആയിരുന്നു. ജെൻസിൻ്റെയിൽ എൻ്റെ കുട്ടിയേട്ടനും ബാക്കിയുള്ള ലീഡേഴ്സും കാര്യങ്ങളൊക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫൈനൽ നടത്തി. ആദ്യത്തിൽ ഫൈനൽ നടത്തിയപ്പോൾ ഏട്ടനാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കൂക്കും വിളിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. അത് ആ പിന്നിൽ നിന്ന് കൈ കൊട്ടുന്ന സൈദാലിയാക്ക നല്ല ആൾ, നല്ല വൈബാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഇടപഴകി എല്ലാവരെയും കൂടെ കളിച്ചും ചിരിച്ചും നല്ലൊരു നമുക്ക് ഭയങ്കര ഒരു അഫെക്ഷൻ തോന്നിപ്പോയി ആളെ അടുത്ത്. എല്ലാവരുടെ അടുത്ത് നല്ല മിങ്കിൾ ചെയ്തിട്ട് കുട്ടികളോടായാലും വലിയവരോടായാലും നല്ല സ്നേഹം കാണിക്കുന്നൊരു ഉപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിന്നെ നല്ല മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ്രൂപ്പ് സാറ് ഇതിൽ വിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫൈനലിലാണ് ഏട്ടൻ വിൻ ചെയ്യുന്നത് കേട്ടോ. അതേ ഫൈനൽ അവർ മൂന്നാളും കൂടിയുള്ള ഫൈനൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലാണ് ഏട്ടന് ഫസ്റ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ബലൂണ് വീർപ്പിച്ച് പൊട്ടിക്കുക എന്നുള്ളൊരു മത്സരമായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ ആദ്യം ലേഡീസിൻ്റെ ആയിരുന്നു. ഒരുവിധം എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ.
മത്സരങ്ങളിലൊക്കെ വരുമ്പോൾ അത് പങ്കെടുക്കുക, അതിൽ സ്പിരിറ്റുള്ളത്, ജയവും തോൽവിയൊക്കെ അത് വേറെ, എല്ലാത്തിലും കയറി പങ്കെടുക്കുക. അപ്പോൾ ബലൂൺ ഞാൻ രണ്ടാമത് വീർപ്പിച്ചപ്പോൾ എനിക്ക് ശ്വാസം വല്ലാതെ കിട്ടാതായി. പക്ഷേ 2 ഞാൻ വീർപ്പിച്ചു, മൂന്നാമത്തെ വീർപ്പിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ കസേരകളി ഉണ്ടായി, അതിലൊക്കെ പങ്കെടുത്തു. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളെ കസേരകളി, ജെൻസിൻ്റെ കസേരകളി, അതുപോലെ വലിയ ലേഡീസിൻ്റെ നല്ല രസമുണ്ടായിരുന്നു. അതിലൊക്കെ ഓരോരുത്തർ വിൻ ചെയ്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് ടയേർഡായി. അപ്പോൾ പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് ഫുഡൊക്കെ എത്തി. നമ്മൾ ആയിരുന്നു ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ എത്തി. നല്ല ഒരുപാട് കറികളൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി സദ്യ തന്നെയായിരുന്നു. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സ്പെഷ്യലി ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ പച്ചടിയായിരുന്നു. പൈനാപ്പിൾ പച്ചടിയും മധുരക്കൂട്ടുകറിയും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പായസവും അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സുന്ദരിക്ക് പൊട്ടുകുത്തൽ. അപ്പോൾ സുന്ദരിയുടെ ഫോട്ടോ വരച്ചു കൊടുക്കുന്നത് നമ്മുടെ അനുരൂപ് സാറാണ്. അതിൽ ഋതുവിന് സെക്കൻഡ് ഉണ്ട്. അതിന് ശേഷം പിന്നെ കൈപ്പയ്ക്കത്തിയിട്ട് മത്സരമായിരുന്നു. ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര കൈപ്പയ്ക്ക കഴിച്ച് ഫസ്റ്റ് നേടുന്ന അങ്ങനെ ഇതായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് ഫസ്റ്റ് കിട്ടി കേട്ടോ. ഞാനൊരു 8.5 പീസോളം കഴിച്ചു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടി. കൈപ്പയ്ക്ക നല്ല കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് മേടിക്കണമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് കഴിക്കുമായിരുന്നു. പക്ഷേ നോർമലി ഉള്ള പച്ച കൈപ്പയ്ക്കയുടെ അത്ര കയ്പ്പില്ല. വേഗം തന്നെ കഴിച്ചെല്ലാവർക്കും അത്ഭുതമായിപ്പോയി. ഇവരെന്താ ഈ കഴിക്കുന്നത്, മധുരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു സ്പിരിറ്റിൽ നമ്മളെ കയ്പ്പൊന്നും അറിയില്ല കേട്ടോ. കഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പുണ്ടാവും. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാറിക്കോളും. അങ്ങനെ ഞാനതിൽ വിൻ ചെയ്തു. അതിൽ വിൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളടുത്ത ഉറിയടി മത്സരത്തിനുള്ള കയറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. അപ്പോൾ അതൊരു കോമ്പറ്റീഷനായിട്ട് ആക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേര് മാറി എറിയുന്നൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അതിട്ടു. പിന്നെ ഉറിയടി മത്സരത്തിൽ ഓരോരുത്തരായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിതിൽ പങ്കെടുത്തില്ല. കാരണം ഞാൻ ഒരുപാട് വേറെ കുറേ കളികളിലൊക്കെ കൂടിയോണ്ട് ഞാനതിൽ കൂടിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതിലോരോരുത്തരൊക്കെ വിൻ ചെയ്ത് ലാസ്റ്റ് എല്ലാവർക്കുമുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നു കേട്ടോ. മെമൻറ്റോസ്, ട്രോഫീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കിട്ടി. ഞാൻ പങ്കെടുത്ത 2 എനിക്ക് പ്രൈസുണ്ട്. ഋതുവിനും ഉണ്ട്, ഏട്ടനൊക്കെ പ്രൈസുണ്ട്. അപ്പോൾ നമ്മൾ പങ്കെടുത്തു, പ്രൈസൊക്കെ കിട്ടി. ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ കുട്ടികളും എല്ലാവരും സമ്മാനം മേടിച്ചുകൊണ്ടിരിക്കട്ടെ. സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും കുഞ്ഞു മത്സരമായാലും അതിൽ പങ്കെടുത്തിട്ട് നമുക്കൊരു സമ്മാനം കിട്ടുമ്പോൾ അതിനെന്തോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും വിജയിച്ച എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സമ്മാനം കിട്ടി. ഋതുവിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ സമ്മാനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. കാരണം മത്സരങ്ങളിൽ അവർ പങ്കെടുത്തിട്ട് കുട്ടികളുടെ മനസ്സിലത് ഏറെ വലിയൊരു കാര്യമായിരിക്കും. അവർക്ക് കിട്ടുന്ന ഒരു കുഞ്ഞ് ഗിഫ്റ്റാണെങ്കിലും അതിന് വലിയ കാര്യമായിരിക്കും. ഇതേ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരം ടീമായിട്ട് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി. അപ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രൈസ് സമ്മാനമാണത്. അത് കഴിഞ്ഞിട്ട് ഇതേ അവിടെ മിഠായി ഉണ്ടായിരുന്നു. അത് എല്ലാ കുട്ടികൾക്കും കൂടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവർക്ക് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ഈവനിങ് ആയപ്പോഴേക്കും കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ.